ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് മാക്രോ എക്കണോമിക്സിലെ വളരെ മനോഹരമായൊരു ഏരിയയാണ്. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഡെവലപ്ഡ് ബൈ ഇർവിങ് ഫിഷർ. ഇർവിങ് ഫിഷർ അമേരിക്കൻ എക്കണോമിസ്റ്റാണ്. അയാൾ കൊണ്ടുവന്ന തിയറിയാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. ഇത് ഡിഗ്രി ക്ലാസ്സുകളിലും PGക്കും ഒക്കെ തന്നെ വളരെ പ്രയോജനപ്പെടുന്ന മനോഹരമായൊരു തിയറിയാണ്. അപ്പോൾ ഇയാളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇർവിങ് ഫിഷർ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് നെയിം കൂടെ ഉണ്ട്, അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ. അപ്പോൾ ദിസ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഈസ് ഓൾസോ കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ. ദ തിയറി വാസ് ഒറിജിനലി ഡെവലപ്ഡ് ബൈ, വേറെ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡാവൻ സാത്തി, അതുപോലെ തന്നെ ഡേവിഡ് റിക്കാർഡോ, അതുപോലെ JS മില്ല്, ജോൺ ലോക്ക്, ഡേവിഡ് ഹ്യൂം എക്സെട്ര. ഇവരെല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒറിജിനലി ഇറ്റ് വാസ് പെർഫെക്റ്റഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ അമേരിക്കൻ എക്കണോമിസ്റ്റ് ഇർവിങ് ഫിഷർ. ഓർത്തോണം, ഇർവിങ് ഫിഷർ. He developed his theory based on 3 economic activities. 3 പ്രധാനപ്പെട്ട കാര്യത്തെ ആസ്പദമാക്കിയാണ് ഇയാൾ ഈ തിയറി കൊണ്ടുവന്നത്. നമ്പർ 1 സപ്ലൈ ഓഫ് മണി ഓർ ക്വാണ്ടിറ്റി ഓഫ് മണി, നമ്പർ 2 പ്രൈസ് ലെവൽ ആൻഡ് നമ്പർ 3 വാല്യൂ ഓഫ് മണി. ഈ 3 കാര്യത്തെ ആസ്പദമാക്കിയാണ്. ഈ 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് മണി, വാല്യൂ ഓഫ് മണി മീൻസ് പർച്ചേസിങ് പവർ, അതായത് ദ പവർ ഓഫ് എ കമോഡിറ്റി ഓർ മണി ടു ഗെറ്റ് അനദർ കമോഡിറ്റി ഇൻ എക്സ്ചേഞ്ച്. നമ്മുടെ ഒരു കമോഡിറ്റി കൊടുക്കുമ്പോൾ പകരം മറ്റൊരു കമോഡിറ്റി നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ കൊടുക്കുന്ന കമോഡിറ്റിക്ക് വാല്യൂ ഉണ്ടെന്ന് പറയും. അത് മണിയായാലും അങ്ങനെ, മണി കൊടുക്കുമ്പോൾ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ഇങ്ങോട്ട് കിട്ടും. സോ പർച്ചേസിങ് പവർ ഈസ് കോൾഡ് വാല്യൂ. പ്രൈസ് നമുക്കറിയാം. എന്താണ് പ്രൈസ്? ദ വാല്യൂ ഓഫ് എ കമോഡിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഏതെങ്കിലും ഒരു കമോഡിറ്റിയുടെ പ്രൈസ് അല്ലെ ഏതെങ്കിലും ഒരു കമോഡിറ്റിയുടെ വാല്യൂ നമ്മൾ ചോദിക്കുമ്പോൾ അത് പ്രൈസായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു കമോഡിറ്റിയുടെ വാല്യൂവിനെ പ്രൈസായിട്ട് പറഞ്ഞാൽ അതിനെ ഒരു കമോഡിറ്റിയുടെ വാല്യൂവിനെ മണിയായിട്ട് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈസ്. ഓർത്തിരുത്തണം. പിന്നെ സപ്ലൈ ഓഫ് മണി നമുക്കറിയാം. ടോട്ടൽ സപ്ലൈ മീൻസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ ആൻ എക്കോണമി. ദാറ്റ് ഈസ് ബാങ്ക് മണി ഓർ കറൻസി നോട്ട്സ്, കോയിൻസ് എക്സെട്ര. ഇതെല്ലാം ആയിരിക്കും. ഫോർ എ പീരീഡ് ഓഫ് ടൈം സപ്ലൈ ഓഫ് മണി റിമൈനിങ് കോൺസ്റ്റൻറ്റ്. ഡിമാൻഡ് ഫോർ മണി ചേഞ്ച് ചെയ്യും, പക്ഷേ സപ്ലൈ ഓഫ് മണി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ ഇയാൾ പറയുന്ന മറ്റൊരു പോയിന്റ്. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: സപ്ലൈ ഓഫ് മണി, പ്രൈസ്, അതുപോലെ തന്നെ വാല്യൂ. അനദർ വൺ ഈസ് money is considered as the medium of exchange. ഓർത്തിരുന്നോണം, ആദ്യകാലത്തെ ഒരു മണിയുടെ ഫംഗ്ഷൻ ആയിരുന്നല്ലോ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ വാല്യൂ തിയറിയിൽ അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി തിയറിയിൽ മണി ഈസ് കൺസിഡർഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സോ അക്കോർഡിംഗ് ടു ഹിം, ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി, പ്രൈസ് ഈസ് ഡിറ്റർമിൻഡ്. അപ്പോൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി. ഇതിലൂടെയാണ് ഇയാൾ ഫേമസ് തിയറി ഡെവലപ്പ് ചെയ്തത്. ഹി ഡെവലപ്ഡ് ഹിസ് തിയറി ത്രൂ ഹിസ് ഫേമസ് വർക്ക് പർച്ചേസിങ് പവർ ഓഫ് മണി. അയാളുടെ പുസ്തകത്തിൻ്റെ പേര്. അതിലൂടെ അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത്, അതായത് വെൻ ക്വാണ്ടിറ്റി ഓഫ് മണി ഓർ സപ്ലൈ ഓഫ് മണി ഇൻക്രീസസ്, പ്രൈസ് ലെവൽ ഓൾസോ ഇൻക്രീസസ്, ബട്ട് വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ ആൻഡ് വൈസ് വേഴ്സ. ഇതാണ് അയാൾ പറഞ്ഞേക്കുന്ന തിയറി. വെറും നിസ്സാരമാണ്. സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ഇൻക്രീസസ്. ദാറ്റ് മീൻസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് മണി ആൻഡ് പ്രൈസ് ലെവൽ. സപ്ലൈ ഓഫ് മണി കൂടുമ്പോൾ പ്രൈസ് ലെവൽ കൂടും, സപ്ലൈ ഓഫ് മണി കുറയുമ്പോൾ പ്രൈസ് ലെവലും കുറയും. സോ ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് മണി ആൻഡ് പ്രൈസ് ലെവൽ. ബട്ട് വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ്. പക്ഷേ പ്രൈസ് ലെവൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ ഓഫ് മണി കുറയും. നമുക്കറിയാമല്ലോ, ഒരു സെൻറ്റ് വസ്തുവിന് 25 വർഷം മുമ്പ് 5000 രൂപ ഉള്ളെങ്കിൽ ഇന്ന് ആ വസ്തുവിൻ്റെ വില 50 ലക്ഷം രൂപ ആയിരിക്കും. കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അന്നത്തെ 5000 രൂപ സമയം ഇന്നത്തെ 50 ലക്ഷം രൂപ. വാല്യൂ ഓഫ് മണി കുറയുകയാണ്. അതുപോലെ തന്നെ 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എടുത്തു നോക്കി. ആദ്യകാലത്ത് 1 ഗ്രാം സ്വർണ്ണത്തിന്, ആദ്യകാലം എന്നല്ല, ഒരു 10-20 വർഷം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും 100 രൂപ ആയിരിക്കും. ഇന്ന് ആ 1 ഗ്രാം സ്വർണ്ണത്തിന് വില 6000 രൂപയാണ്. കണ്ടോ ആ വാല്യൂ ഓഫ് മണിയുടെ വ്യത്യാസം. അപ്പോൾ ക്വാണ്ടിറ്റി അല്ലേ സപ്ലൈ ഓഫ് മണി ഇൻക്രീസസ്, പ്രൈസ് ലെവൽ ഓൾസോ ഇൻക്രീസസ്, ബട്ട് വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ. വളരെ കറക്റ്റായിട്ടുള്ള കാര്യം, നമ്മളെല്ലാം അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് ലെവൽ എന്ന് പറയുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. പക്ഷേ വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ. അപ്പോൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ഓഫ് മണി ആൻഡ് പ്രൈസ്, ബട്ട് ആൻ ഇൻഡയറക്റ്റ് ഓർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് വാല്യൂ. ഓർത്തോണം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പ്രൈസ് ലെവലും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് മണി അല്ലെ സപ്ലൈ ഓഫ് മണി ഡയറക്റ്റ് റിലേഷനാണ്. ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ലെവൽ ആൻഡ് വാല്യൂ ഓഫ് മണി. ആസ് പ്രൈസ് ഇൻക്രീസസ്, വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ്, ഓർ പ്രൈസ് ലെവൽ ഡിക്ലൈൻസ്, വാല്യൂ ഓഫ് മണി ഇൻക്രീസസ്. ഇതൊരു ഓപ്പോസിറ്റ് റിലേഷനാണ്. അപ്പോൾ ദ ക്വാണ്ടിറ്റി ഓഫ് മണി
ദാറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു ജനറൽ പ്രൈസ് ലെവൽ. എന്താ ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ? ആവറേജ് പ്രൈസ് ഓഫ് വേരിയസ് കമോഡിറ്റീസ്, ദാറ്റ് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആവറേജ് പ്രൈസിനെ വിളിക്കുന്ന പേരാണ് ജനറൽ പ്രൈസ് ലെവൽ. സോ ജനറൽ പ്രൈസ് ലെവൽ ഈസ് ഓൾവേസ് ഡിറ്റർമിൻഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് മണി. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മണി അനുസരിച്ചിരിക്കും പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റി ഓഫ് മണി കൂടിയാൽ പ്രൈസ് ലെവലും കൂടിക്കൊണ്ടേയിരിക്കും. ദെൻ സപ്ലൈ ഓഫ് മണി. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മണി മീൻസ് ടോട്ടൽ എമൗണ്ട് ഓഫ് മണി യൂസ്ഡ് ഫോർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതാണ് ക്വാണ്ടിറ്റി ഓഫ് മണി. സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോട്ടൽ സപ്ലൈ ഓഫ് മണി, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ബാങ്ക് മണി, കറൻസി നോട്ട്സ് എക്സെട്ര. സോ അക്കോർഡിംഗ് ടു ഹിം, ദാറ്റ് ഈസ് ഇർവിംഗ് ഫിഷർ, സപ്ലൈ ഓഫ് മണി ഡിപ്പെൻഡ്സ് ഓൺ ടു മെയിൻ ഫാക്ടേഴ്സ്. രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് ഓൾസോ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. ക്വാണ്ടിറ്റി ഓഫ് മണി ഞാൻ പറഞ്ഞു, അതായത് ക്വാണ്ടിറ്റി ഓഫ് മണി ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് മണി യൂസ്ഡ് ഫോർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി വാട്ട് ഈസ് വെലോസിറ്റി? നമുക്കറിയാം, നമ്മുടെ കയ്യിലെ പണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഇരിക്കത്തില്ല. നമ്മളത് കമോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ പണം മറ്റൊരാൾക്ക് പോകും, അവരുടെ അത് വേറൊരാൾക്ക് പോകും. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ഏകദേശം 28ഓളം സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 8-9ഓളം വരുന്ന യൂണിയൻ ടെറിട്ടറികളുണ്ട്. ഇവിടെ എല്ലാം ഈ പണം സർക്കുലേറ്റ് ചെയ്യും. കാരണം ലീഗൽ ടെൻഡറാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്, സെൻട്രൽ ബാങ്കിൻ്റെയാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന മണിയാണത്. എവിടെ വേണേലും പോകും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കറക്കത്തിനെ വിളിക്കുന്ന പേരാണ് എന്താ? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. ദാറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ് പെർ പീരീഡ് ഓഫ് ടൈം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഓർ എ യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ് ഡ്യൂറിങ് എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക ടൈം പീരീഡിൽ നമ്മൾ ഒരു യൂണിറ്റ് മണി പരമാവധി എത്രമാത്രം കൈമാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താ? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയും. അത് ഓർത്തിരുന്നോണം. നമ്മുടെ പണത്തിന് ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് ആ 100 രൂപയുടെ യൂട്ടിലിറ്റി ഉണ്ട്. അത് ഞാൻ പർച്ചേസിങ്ങിന് കൊടുത്തു കഴിയുമ്പോൾ ആ 100 രൂപ ആർക്കാണോ കിട്ടുന്നത് അവർക്കാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആവറേജ് സർക്കുലേഷൻ ഓഫ് എ യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ്. അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് മണി ആവറേജ് എത്ര ടൈംസ് ഇങ്ങനെ പലരിലേക്ക് കൈമാറുന്നു, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയും. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ ആൻ എക്കോണമി നമുക്കതിനെ ഇങ്ങനെ വിളിക്കാം എം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻ ആൻ എക്കോണമി ഈസ് എം. അല്ലേ ടോട്ടൽ സപ്ലൈ ഓഫ് മണി. ഞാൻ പറഞ്ഞല്ലോ, ഈ മണി ചുമ്മാ ഇരിക്കുകയല്ല, സർക്കുലേറ്റ് ചെയ്യുകയാണ്. ആ സർക്കുലേഷനെ നമുക്ക് എന്ത് വിളിക്കാം? വി എന്ന് വിളിക്കാം. അപ്പോൾ ടോട്ടൽ മണി സപ്ലൈ ഇൻ ആൻ എക്കോണമി ഈസ് എം വി. ദാറ്റ് ഈസ് സപ്ലൈ സൈഡ് ഓഫ് ദ തിയറി. അപ്പോൾ ഈ തിയറിയുടെ സപ്ലൈ സൈഡിൽ പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി എം ആണ്. ആ എം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ നമുക്കറിയാം. വെലോസിറ്റി മീൻസ് ആവറേജ് നമ്പർ ഓഫ് ടൈം എ യൂണിറ്റ് ഓഫ് മണി ചേഞ്ചസ് ഹാൻഡ്സ്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? വെലോസിറ്റി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ പണം എം, അതിൻ്റെ കറക്കം വെലോസിറ്റി എം വി. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ടോട്ടൽ സപ്ലൈ ഓഫ് മണി ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് കമോഡിറ്റീസ്, ട്രാൻസാക്ഷൻ കമോഡിറ്റി, ദാറ്റ് ഈസ് ടി. നമ്മൾ ആ പണം കൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ്, വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും ടി എന്ന് വിളിക്കും. മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിനും ഓരോ പ്രൈസ് ഉണ്ട്. ആ പ്രൈസിനെ നമ്മൾ പി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് സൈഡ് ഓഫ് ദ തിയറി ഈസ് പി ടി. അപ്പോൾ പി എന്താണ്? പ്രൈസ്. ടി ട്രാൻസാക്ഷൻ ഗുഡ്സ്. അപ്പോൾ എം വി എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈ സൈഡാണ്. സപ്ലൈ സൈഡിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മണി എമ്മും അതിൻ്റെ സർക്കുലേഷൻ വിയും. അത് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ട്രാൻസാക്ഷൻ, വെറൈറ്റീസ് ഓഫ് ട്രാൻസാക്ഷൻ ഗുഡ് ആകും, അതിൻ്റെ പ്രൈസ് പിയും. സോ ഫിഷേഴ്സ് ഇക്വേഷൻ ഈസ് എം വി ഈസ് ഈക്വൽ ടു പി ടി എന്ന് മാർക്കാം. ഫ്രം ദിസ് ഇക്വേഷൻ വി ഹാവ് ടു ഫൈൻഡ് ഓർ കാൽക്കുലേറ്റ് പി. ഇതിൽ നിന്ന് നമുക്ക് പി എടുക്കാം. പി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? എം വി ബൈ ടി. കണ്ട, ഈ എം വിയെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പി കിട്ടും, പ്രൈസ് ലെവൽ കിട്ടും. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്ന റീസെൻറ്റ് ടൈം ഈ ദ എക്സിസ്റ്റിംഗ് മണി ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ പ്രൊഡ്യൂസിങ് ഫർദർ ആക്ടിവിറ്റീസ്. നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് മാത്രം വീണ്ടും 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 കാര്യങ്ങൾ നടക്കത്തില്ല. നമുക്ക് അഡീഷണൽ ഇൻകം ഈസ് എസെൻഷ്യൽ. അഡീഷണൽ ഇൻകം നമുക്ക് തരുന്ന ആരാണ്? ബാങ്ക് ഓർ ക്രെഡിറ്റ് മണി. അങ്ങനെ ബാങ്കിൽ നിന്ന് കിട്ടുന്ന മണിയെ നമ്മൾ എം ഡാഷ് എന്ന് വിളിക്കും. കണ്ടോ, ക്രെഡിറ്റ് മണിയാണ് എം ഡാഷ്. ബാങ്ക് മണി ഓർത്തോണം. ഒറിജിനൽ മണി എം ആണ്, അതിൻ്റെ സർക്കുലേഷൻ വി ആണ്. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന ക്രെഡിറ്റ് മണിയെ നമ്മൾ എം ഡാഷ് എന്ന് വിളിക്കും. അതും ഇത് പറഞ്ഞ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ നമ്മൾ വി ഡാഷ് എന്ന് വിളിക്കും. അപ്പോൾ എം ഡാഷ് വി ഡാഷ് മീൻസ് എന്താ? മണി സപ്ലൈ ഫ്രം ബാങ്ക് ഓർ ക്രെഡിറ്റ് മണി. കണ്ടോ, അപ്പോൾ എം വി നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൂടെ എം ഡാഷ് വി ഡാഷ് കൂടെ ചേർന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ മണി എന്ന് പറയുന്നത് എം വി ആണ്. അതിൻ്റെ കൂടെ ക്രെഡിറ്റ് മണിയും കൂടെ ചേർന്നു. അതായത് എം ഡാഷ് വി ഡാഷ്. ഇപ്പോൾ ടോട്ടൽ സപ്ലൈ ഓഫ് മണി എത്രയായി? എം വി പ്ലസ് എം ഡാഷ് വി ഡാഷ്. ക്ലിയർ ആയല്ലോ?
എം വി നമ്മുടെ കയ്യിലുള്ള പണം, എം ഡാഷ് വി ഡാഷ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് മണിയുടെ സർക്കുലേഷൻ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി? ടോട്ടൽ മണി സപ്ലൈ. ഇത് എന്ത് തന്നെയാണ്? ഡിമാൻഡ് സൈഡ് പി ടി തന്നെയാണ്, ഓർക്കുക. അപ്പോൾ എം വി പ്ലസ് എം ഡാഷ് വി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ടി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് പി കണ്ടുപിടിക്കാം. പി ഈസ് ഈക്വൽ ടു എന്താണ്? എം വി പ്ലസ് എം ഡാഷ് വി ഡാഷ് ഡിവൈഡഡ് ബൈ ടി. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് ലെവൽ. അപ്പോൾ അതുകൂടെ ചേർന്നപ്പോൾ, ബാങ്ക് മണിയൂടെ ചേർന്നപ്പോൾ, അല്ലെ ബാങ്ക് ക്രെഡിറ്റൂടെ ചേർന്നപ്പോൾ പുതിയ ഫിഷർ ഇക്വേഷൻ ഏതാണ്? പി ഈസ് ഈക്വൽ ടു എം വി പ്ലസ് എം ഡാഷ് വി ഡാഷ് ഡിവൈഡഡ് ബൈ ടി. അതല്ലെങ്കിൽ എന്ത് പറയാം? എം വി പ്ലസ് എം ഡാഷ് വി ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി ടി. അപ്പോൾ ചുരുക്കത്തിൽ വാല്യൂ ഓഫ് മണിയെ, സപ്ലൈ ഓഫ് മണിയെ, അതുപോലെ തന്നെ പ്രൈസ് ലെവൽ എല്ലാം കോറിലേറ്റഡ് ആണ്. ദിസ് റിലേഷൻഷിപ്പ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം. ഇത് നമുക്കൊരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് പറയാം. ചെറിയൊരു ഡയഗ്രം, ഒരു ഡബിൾ ഡക്കർ ഡയഗ്രം, അതായത് 2 നിലയായിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഒ എക്സ് അവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് മണിയാണ്, ക്വാണ്ടിറ്റി. ഇവിടെ ഒ വൈയിൽ ആദ്യത്തെ പോർഷൻ്റെ അകത്തിൽ വാല്യൂ ഓഫ് മണിയാണ്, വാല്യൂ ഓഫ് മണി. ഇനി മേളോട്ട് പോകുന്ന പോർഷൻ്റെ അകത്തിൽ നമ്മൾ പ്രൈസ് ലെവലാണ്, പ്രൈസ് ലെവൽ. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മണി ഒ എക്സിൽ, ആദ്യത്തെ ഒ വൈയിൽ വാല്യൂ ഓഫ് മണി, രണ്ടാമത് പ്രൈസ് ലെവൽ. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ക്വാണ്ടിറ്റി ഓഫ് മണി. ആദ്യം നമ്മളൊരു 45 ഡിഗ്രി ലൈൻ വരച്ചു. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, പി ഈസ് ദ ഫങ്ഷൻ ഓഫ് എം എന്ന് വിളിക്കാം. അതായത് പ്രൈസ് ലെവൽ മണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രൈസ് ആൻഡ് മണി റിലേഷൻ. അപ്പോൾ പി ഈസ് ദ ഫങ്ഷൻ ഓഫ് എം എന്ന് വിളിക്കാം. ആ 45 ഡിഗ്രി 45 ഡിഗ്രിയുടെ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസസ്, പ്രൈസ് ഓൾസോ ഇൻക്രീസസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മണി എം ആണെന്ന് വിചാരിക്കുക, എം. ആ സമയത്ത് പ്രൈസ് ലെവൽ പി. കണ്ട, ഒ എം ക്വാണ്ടിറ്റി സപ്ലൈ, അല്ലെ സപ്ലൈ ഓഫ് മണി ഒ എം, പ്രൈസ് ലെവൽ പി. ഇനി സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്തു M1. അപ്പോൾ പ്രൈസ് ലെവൽ ഓൾസോ ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞു പ്രൈസ് ലെവൽ P1 ആയിട്ട് കൂടി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഓർ സപ്ലൈ ഓഫ് മണി ഡബിൾഡ്, പ്രൈസ് ഓൾസോ ഡബിൾഡ്. പ്രൈസ് ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ആയാൽ പ്രൈസ് ലെവലും ഡബിൾ ആകും. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കണ്ടോ, എമ്മിൽ നിന്ന് M1 ക്വാണ്ടിറ്റി കൂടി. അപ്പോൾ എന്ത് പറ്റി? പ്രൈസ് ലെവലും അതിനൊപ്പം തന്നെ. അതാണ് ഡയറക്റ്റ് റിലേഷൻ എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് ഒന്നുകൂടെ വേണേൽ എടുക്കാം. എന്താണ്ട് ഒന്നുകൂടെ നേരെ അങ്ങ് വരച്ചേക്കാം. കാര്യം മനസ്സിലായല്ലോ. M2 ആയിട്ട് മണി സപ്ലൈ കൂടി, P2 ആയിട്ട് പ്രൈസ് ലെവലും കൂടി. കണ്ടോ, ആ സപ്ലൈ ഓഫ് മണി ഇൻക്രീസസ്, പ്രൈസ് ലെവൽ ഓൾസോ ഇൻക്രീസസ്, ബട്ട് വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാല്യൂ ഓഫ് മണി നമുക്ക് ആ എമ്മിനെ താഴോട്ടിഞ്ഞ് കൊണ്ടുവരാം, സോളിഡായിട്ടോ അല്ലെങ്കിൽ ഡോട്ടഡായിട്ടോ കൊണ്ടുവരാം. ഇപ്പോൾ ആദ്യം ഒരു പോയിന്റ് നമ്മൾ ഇവിടെ എടുത്തു. ആ പോയിന്റിനെ നമ്മൾ 1/P1 എന്ന് 1/P0 എന്ന് വിളിച്ചു. ആ പോയിന്റിനെ ഞാൻ എ എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒ എം ക്വാണ്ടിറ്റി മണി ഉള്ളപ്പോൾ, ഒ എം സപ്ലൈ ഓഫ് മണി ഉള്ളപ്പോൾ ഒ പി പ്രൈസാണ്. അതായത് മണി സപ്ലൈയും കുറവാണ്, പ്രൈസ് ലെവലും കുറവാണ്. ദാറ്റ് മീൻസ് വാല്യൂ ഓഫ് മണി ഈസ് ഹയർ. വാല്യൂ ഓഫ് മണി വളരെ കൂടുതലാണ്, 1/P0. കണ്ടോ, ഒ മുതൽ 1/P0 വരെ. പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് മണി എത്രയേ ഉള്ളൂ? ഒ എം എ ഉള്ളൂ. സപ്ലൈ ഓഫ് മണി ഒ എം ആയിരുന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ വാല്യൂ ഓഫ് മണി കണ്ടോ, 1/P0 വളരെ കൂടുതലാണ്. എഗെയിൻ സപ്ലൈ ഓഫ് മണി കൂടി, പ്രൈസ് ലെവലും കൂടി, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ്. ഇപ്പോൾ വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ്, ദാറ്റ് ഈസ് P1. അവിടെ ക്വാണ്ടിറ്റി ഓഫ് മണി M1 ആയിട്ട് മാറി, M1. ആസ് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസസ്. ഇപ്പോൾ കണ്ടോ, M1 ആയിട്ട് താണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്തു. അതായത് സപ്ലൈ കൂടിയപ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തു. Pയിൽ നിന്ന് P1 പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തു. പക്ഷേ വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ് ഫ്രം 1/P0 ടു 1/P1. അത് കാണിക്കുന്ന എന്താ? സപ്ലൈ ഓഫ് മണി കൂടിക്കോട്ടെ, പ്രൈസ് ലെവൽ കൂടിക്കോട്ടെ, അപ്പോൾ വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ ചെയ്തു. ഓർത്തെടുത്തോണം. വീണ്ടും ഒരു പോയിന്റ് കൂടെ നമുക്ക് എടുക്കാം. എന്താണ്ട് ഇവിടെ ഒരു ഈ പോയിന്റിനെ ഞാൻ B എന്നും ഈ പോയിന്റിനെ C എന്നും വിളിക്കാം. അത് ഇങ്ങോട്ടിഞ്ഞ് കൊണ്ടുവരെ 1/P2 എന്ന് നമുക്ക് വിളിക്കാം. ആ സമയത്ത് ടോട്ടൽ സപ്ലൈ ഓഫ് മണി M2 ആണ്. കണ്ടോ, അപ്പോൾ എഗെയിൻ മണി സപ്ലൈ ഇൻക്രീസസ് ടു M2. ദാറ്റ് മീൻസ് പ്രൈസ് ലെവൽ വളരെ ഹൈ ആണ്. O മുതൽ P2 വരെ ചെന്നു പ്രൈസ് ലെവൽ. കാരണം എന്താ? O മുതൽ M2 സപ്ലൈ ഓഫ് മണി കൂടിയത് കൊണ്ടാണ്. അപ്പോൾ വാല്യൂ ഓഫ് മണി എന്ത് ചെയ്തു? 1/P0 ഇന്ന് ഇപ്പോൾ എത്ര ആയിട്ട് മാറി? 1/P2 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് പറയുന്നത് എന്താ? ആ സപ്ലൈ ഓഫ് മണി ഇൻക്രീസസ്, പ്രൈസ് ലെവൽ ഓൾസോ ഇൻക്രീസസ്, ബട്ട് വാല്യൂ ഓഫ് മണി ഡിക്ലൈൻസ് ആൻഡ് വൈസ് വേഴ്സ. ഇനി നേരെ മറിച്ച് സപ്ലൈ ഓഫ് മണി കുറഞ്ഞെന്ന് വെച്ചു, അപ്പോൾ പ്രൈസ് ലെവലും കുറയും, അപ്പോൾ വാല്യൂ ഓഫ് മണി മുമ്പോട്ട് പോകും. ഇത് താഴോട്ടാണ് വന്നത്. വൈൽ ജോയിനിങ് A, B, C, വി ഗെറ്റ് എ കർവ് ഈസ് കോൾഡ്
വാല്യൂ ഓഫ് മണി കർവ്, VM കർവ് എന്ന് ഞാൻ അതിനെ വിളിക്കും. ആ 3 പോർഷൻ കൂടെ എയും ബിയും സിയും കൂടെ ചേർത്ത് ഒരു കർവ് വരയ്ക്കുമ്പോൾ നമ്മളതിനെ VM വാല്യൂ ഓഫ് മണി എന്ന് പറയും. കണ്ടല്ലോ, ഇതാണ് ഫിഷറിൻ്റെ ഫേമസ് ക്വാണ്ടിറ്റി തിയറി അല്ലെ ക്യാഷ് ട്രാൻസാക്ഷൻ ഇക്വേഷൻ. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒറ്റ പോയിൻ്റേ ഉള്ളൂ. സപ്ലൈ ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, പക്ഷേ വാല്യൂ ഓഫ് മണി ഡിക്ലൈൻ ചെയ്യും. വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ദിസ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ സർട്ടൻ അസംഷൻ. ചില്ലറ അസംഷനുമായിട്ട് ഇത് ബന്ധമുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ P ഈസ് കൺസിഡർ ആസ് എ പാസീവ് വാല്യൂ. P എന്ന് പറഞ്ഞാൽ പ്രൈസ് ലെവൽ, അതൊരു പാസീവ് വരെ, സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, നമ്മളല്ലേ പ്രൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ P ഒരു പാസീവ് വാല്യൂ ആണ്. അതുപോലെ V ഡാഷ് ആൻഡ് TR കോൺസ്റ്റൻറ്റ്. V വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, ബാങ്ക് മണിയുടെ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ V ഡാഷ്. പിന്നെ അതുപോലെ T ട്രാൻസാക്ഷൻ ഗുഡ്സ്, അതെല്ലാം കോൺസ്റ്റൻ്റ് ആണെന്നാണ് സങ്കല്പം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ ലോങ് റൺ തിയറിയാണിത്. അതുപോലെ തന്നെ ഫുൾ എംപ്ലോയ്മെൻറ്റ്, എക്സിസ്റ്റൻസ് ഓഫ് ഫുൾ പഴയകാല തിയറിയല്ലോ. ഇയാൾ ഈ പുസ്തകം തന്നെ എഴുതിയത്, ഈ പർച്ചേസിങ് പവർ ഓഫ് മണി എന്ന് പറയുന്ന പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്തത് 1911. അപ്പോൾ ആ കാലഘട്ടമാണെന്ന് ഓർത്തോണം, അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് ആ സമയം. പിന്നെ ഡിമാൻഡ് ഫോർ മണി പ്രൊപ്പോർഷനേറ്റ് ടു വാല്യൂ ചേഞ്ച്, അതായത് വാല്യൂ ചേഞ്ചും അതുപോലെ അല്ലേ വാല്യൂ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ഒരുപോലെ ആയിരിക്കും അല്ലേ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈസ് ഈക്വൽ ടു വാല്യൂ ചേഞ്ച്. അതുപോലെ പിന്നെ മറ്റൊരെണ്ണം നമുക്ക് പറയാവുന്നത് പ്രൊപ്പോർഷൻ ഫ്രം M ഡാഷ് ടു M, ദാറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. അതായത് ബാങ്ക് മണിയിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ മണിയിലേക്കുള്ള ട്രാൻസാക്ഷൻ, ദാറ്റ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയും അസംഷൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ essay ആയിട്ട് ചോദിക്കാമെങ്കിൽ പിന്നെ ഇതെഴുതാം. essay ആണ് മിക്കവാറും ഇതെല്ലാം ഡിഗ്രിക്കും അതുപോലെ തന്നെ PG ക്ലാസ്സിനൊക്കെ ഷോർട്ട് നോട്ടിൽ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സെയിൽസ് ലോ ഓഫ് മാർക്കറ്റും, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി, ക്ലാസിക്കൽ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തിയറിയാണ്. ഇത് ഓർത്തിരിക്കുക. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.